മാവേലിക്കരയിൽ 12 വയസ്സുകാരനെ രണ്ടാനച്ഛനും അമ്മയും ക്രൂരമായി മർദ്ദിച്ചു. ശരീരമാസകലം മുറിവുകളെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം ന്യൂസ് 18നോട് പറഞ്ഞു. ശരീരത്തിലുള്ള മുറിവുകൾ പലതും പഴുത്ത നിലയിലാണ്. കുട്ടി വണ്ടാനം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ സ്റ്റെപ്പ് ഫാദറും മദറും കൂടി കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാകുന്നത്. മദർ മർദ്ദിച്ചു എന്നാണ് നമ്മുടെ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടറുമായ സിസ്റ്ററോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിയുടെ ശരീരത്തിൽ ധാരാളം മുറിവുകളുണ്ട്. കയ്യിലും തലയിലും നെഞ്ചത്തും പുറത്തുമൊക്കെ ആയിട്ട് പല ഏജിലുള്ള മുറിവുകൾ. ചിലത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലത് ഹീൽ ചെയ്യാത്തതുകൊണ്ട്, ചിലത് പഴുത്തിരിക്കുന്നതുകൊണ്ട്. കുട്ടിയുടെ വളരെയേറെ ഇമാഷിയേറ്റഡ് ആണ്. കുട്ടി വളരെ ക്ഷീണിച്ചിരിക്കുന്നു. വളരെ മസിലൊക്കെ വേസ്റ്റിംഗ് ആയിട്ട് ഇമാഷിയേറ്റഡ് ആണ്. മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവാണ്. നോർമലി 13-14 വേണ്ടത് 6.9 ആണുള്ളത്. എന്നാലും കുട്ടി ഒരു അപകടകരമായ നിലയിലാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ന്യൂറോ സർജറിയിലെ ഡോക്ടർ ഷിനാസ് സാദിഖിൻ്റെ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലാണുള്ളത്. ഇപ്പോൾ ICUലാണ് കുട്ടിയുള്ളത്. മെഡിസിൻ കൺസൾട്ടേഷൻ വിട്ടിരുന്നു. അൾട്രാസൗണ്ടിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചികിത്സ നടന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്താണ് വിശദാംശം? അശ്വതി, അതിക്രൂരമായ പീഡനത്തിനാണ് 12 വയസ്സുകാരൻ വിധേയനായത് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കുട്ടിയുടെ ചിത്രങ്ങളടക്കം നമുക്ക് ലഭിച്ചിരുന്നു. മാവേലിക്കര പല്ലാരിമംഗലം സ്വദേശിയായ കുട്ടിയാണ്. 12 വയസ്സുകാരനാണ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുള്ളത്. കുട്ടിയുടെ പിൻവശം മുഴുവൻ അടിച്ച പാടുകളാണ്. ഈ അടിച്ച പാടുകൾ തന്നെ ചില മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. തലയുടെ നെറുകയിൽ മുറിവേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ താടിഭാഗത്ത് മുറിവേറ്റിട്ടുണ്ട്. ഈ തലയുടെ നെറുകയിലും താടിഭാഗത്തും ഏറ്റിട്ടുള്ള മുറിവ് ഏതെങ്കിലും വെപ്പൺ, അതായത് ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചതുപോലെയുള്ള മുറിവുകളെന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാനച്ഛൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. മറ്റ് വകുപ്പുകൾ, കൂടുതൽ വകുപ്പുകൾ ചേർക്കും. കാരണം വെപ്പൺ ഉപയോഗിച്ച് മുറിവേൽപ്പിച്ച രീതിയിലുള്ള മുറിവുകൾ തലയിൽ ഉണ്ടായിരുന്നു. കാരണം തുന്നിക്കെട്ടൽ ഉണ്ടാവേണ്ട മുറിവുകളാണ് തലയ്ക്ക് ഏറ്റ പരിക്ക്. പക്ഷേ എന്നാൽ അത് സംബന്ധിച്ച് തുന്നിക്കെട്ടാനോ മറ്റ് തുടർ ചികിത്സയ്ക്കോ കുട്ടിയെ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുറിവുകൾ ഇപ്പോൾ തുന്നാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. പല മുറിവുകൾക്കും കാലപ്പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി കുറെ കാലമായി ഈ മർദ്ദനം ഏറ്റിരുന്നു എന്നുള്ളതാണ് ഈ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ ഹീമോഗ്ലോബിന്റെ അളവൊക്കെ ശരീരത്തിൽ വളരെ കുറവാണ്. അതായത് ഭക്ഷണം കുറെ കാലമായി കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ. എല്ലും തോലുമായാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. നമ്മൾ കുട്ടിയെ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗത്തിൽ, തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അടക്കമുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ വന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴും അമ്മ ഉറച്ചു നിൽക്കുന്നത് കുട്ടിയുടെ തല പൈപ്പിൽ ഇടിച്ചതാണ്, ഷവറിൽ ഇടിച്ചതാണ് എന്നുള്ളതാണ്. ഇത്രയും ചെറിയ കുട്ടിയുടെ തല എങ്ങനെയാണ് ഷവറിൽ ഇടിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം ഒന്നും അവർ തരുന്നില്ല. മറിച്ച് അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കുന്നുണ്ട് എന്നുള്ളത് ആണ് അവരും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാനച്ഛൻ ആയ സുഖുപാനന്ദന്റെ മർദ്ദനം ഏറ്റു എന്നുള്ളതായിരുന്നു ആദ്യഘട്ട സ്ഥിരീകരണം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ സുഖുപാനന്ദനെ മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ്. ഇയാൾ കൊല്ലം സ്വദേശിയാണ്. ഈ കുട്ടിയുടെ വീട് പല്ലാരിമംഗലം എന്ന മാവേലിക്കരയിലെ പ്രദേശമാണ്. ഈ ഇത്രയധികം ശരീരത്തിൽ ഇത്രയധികം മുറിവുകളും പാടുകളുമായി ഈ 12-ാം വയസ്സുകാരൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കുട്ടി സ്കൂളിൽ പോയിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായുണ്ട്. മൂത്ത കുട്ടി 15 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയക്കുകയായിരുന്നു. ഈ ഡോക്ടർമാർ നിരന്തരം ആദ്യം മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മാവേലിക്കര ആശുപത്രിയിൽ ഡോക്ടർമാർ നിരന്തരം ഈ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾ എന്തെങ്കിലും വിവരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ മൂത്ത കുട്ടിയെയും ഹാജരാക്കാനായി ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിക്കും ഇത്തരം പരിക്കുകൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് മനുഷ്യത്വരഹിതമെന്ന് തന്നെ പറയാം. തീർച്ചയായും മനുഷ്യത്വരഹിതമായ നടപടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.